സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മൂന്നാം നാൾ വകുപ്പ് വിഭജന കടമ്പ പൂർത്തിയാക്കി VDS സർക്കാർ. ഫിഷറീസ് ഷിബു ബേബി ജോണിന് നൽകണമെന്ന ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുഖ്യമന്ത്രി വി അബ്ദുൽ ഗഫൂർ തന്നെ ഫിഷറീസ് മന്ത്രി. വൈദ്യുതി കൂടാതെ പാർലമെന്ററി കാര്യവും സണ്ണി ജോസഫിന്, റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന്, M ലിജുവിന് സഹകരണവും എക്സൈസും. LDFിന്റെ അഭിമാന പദ്ധതിയായ കെ റെയിലിന് VD സതീശന്റെ ചുവപ്പുകൊടി. പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം നോട്ടിഫൈ ചെയ്യും. മഞ്ഞക്കുറ്റികൾ നീക്കും. സമരകാലത്തെ കേസുകൾ പിൻവലിക്കാൻ ശുപാർശ. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ട് നീക്കം ചെയ്യാം. മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റി. വിയോജിപ്പ് കെ റെയിലിനോട് അതിവേഗ റെയിൽ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി. കെ റെയിൽ റദ്ദാക്കിയതിനെതിരെ CPIM കേരളത്തിന് വികസന കുതിപ്പുണ്ടാക്കുമെന്ന പദ്ധതിയെന്ന് MV ഗോവിന്ദൻ. UDFിന്റെ ബദൽ എന്താണെന്ന് തോമസ് ഐസക്. രാഗ റെയിൽ എന്ന് പേരിട്ടാലും മതിയെന്ന് പരിഹാസം. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, നീ രാഗ റെയിൽ എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ കേരളത്തില് ഇങ്ങനൊരു അതിവേഗപാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. 7 വർഷത്തെ ദുരിതം തീർന്നെന്ന് കെ റെയിൽ വിരുദ്ധ സമരസമിതി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടാൻ മന്ത്രിസഭാ തീരുമാനം. ദീർഘിപ്പിക്കുന്നത് ഓഗസ്റ്റ് 31 കാലാവധി തീരുന്ന ലിസ്റ്റുകൾ. ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കും. കിഫ്ബി, PM-ശ്രീ എന്നിവയിൽ പരിശോധിച്ച ശേഷം തീരുമാനം. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളിലും പുനഃപരിശോധന. സത്യവാചകത്തിൽ മുഴുവൻ പേര് പറഞ്ഞതിൽ എന്താണ് കുഴപ്പമെന്ന് മുഖ്യമന്ത്രി. അച്ഛന്റെ പേര് പറഞ്ഞതിൽ പ്രശ്നം എന്ത്? അമ്മയുടെ പേര് പറയാൻ കഴിയാത്തതിലാണ് സങ്കടം. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. തീരുമാനം ലോക് ഭവൻ ചെയ്തെന്നും മുഖ്യമന്ത്രി. 16ാം നിയമസഭയുടെ 1ാം സമ്മേളനത്തിന് നാളെ തുടക്കം. MLA-മാരുടെ സത്യപ്രതിജ്ഞ 9 മണി മുതൽ. സത്യവാചകം ചൊല്ലിക്കൊടുക്കുക പ്രോടേം സ്പീക്കർ G സുധാകരൻ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ. ഗവർണറുടെ നയപ്രഖ്യാപനം 29-ന്. എറണാകുളം പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ വൻ സംഘർഷം. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ഭീഷണി മുഴക്കി കുടുംബങ്ങൾ. ഉദ്യോഗസ്ഥരെ തടഞ്ഞതോടെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. സംഘർഷം കൈവിട്ടതോടെ നടപടികൾ നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. പാരിയത്തുകാവിൽ നടക്കുന്നത് കർണാടക മോഡലെന്ന് CPIM. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വീഴ്ചകൾ സംബന്ധിച്ച് MV ഗോവിന്ദൻ. വാർത്താ സമ്മേളനങ്ങളിലെ ശരീരഭാഷ ശരിയായില്ല. വീട്ടിൽ നിന്നും വിമർശനമുണ്ടായി. മകൻ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കാൻ. വാർത്താ സമ്മേളനങ്ങൾ വീണ്ടും കാണാൻ മകൻ നിർദ്ദേശിച്ചു. കൂടുതൽ പക്വതയോടെ പെരുമാറുമെന്നും ഗോവിന്ദൻ. നേതാക്കളുടെ ശൈലി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്ന് തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. പിണറായിയുടെ ധാർഷ്ട്യം വോട്ടർമാരെ അകറ്റി. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് ജനങ്ങളോടുള്ള വെല്ലുവിളി. പിണറായി അല്ലാതെ മറ്റാരെ പ്രതിപക്ഷ നേതാവാക്കുമെന്ന് തിരികെ ചോദിച്ച് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിച്ചത് താമരത്താങ്ങിലെന്നും KK രാഗേഷ്. വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്.
മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചാണ്ടിയുമ്മൻ. പുതുപ്പള്ളിയിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തേക്ക് യാത്ര. താൻ നിർഭാഗ്യവാനായ മകനെന്ന് ചാണ്ടി. പിതാവിനെ കൊല്ലാൻ നോക്കിയവനെന്ന് ആക്ഷേപിച്ചെന്നും പരിഭവം. പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തെ പുകഴ്ത്തി പിണറായി വിജയൻ. പി ജയരാജന്റേത് സ്വന്തം ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വർഗീയതയ്ക്കെതിരെ പൊരുതി നിന്ന ചരിത്രം. വർഗീയതയെ ശക്തമായി എതിർത്തു പോവുക എന്താണ് പ്രധാനം. അത് ഏതെങ്കിലും മതത്തെ എതിർക്കലല്ല. വർഗീയത നാടിനാപത്താണ് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. വർഗീയതയെ എതിർക്കുന്നത് മതവിരുദ്ധമല്ല, സനാതനികളുടെ ഹിന്ദുത്വ വഴികളെന്ന പി ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് പിണറായി. മന്ത്രിപദവിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പരോക്ഷമായി വിമർശിച്ച് മാണി സി കാപ്പൻ. ഒരു MLA മാത്രമുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനെ ഒരു ഘടകകക്ഷി എതിർത്തു. കിട്ടിയ അവസരം മുതലാക്കി കോൺഗ്രസ് 12 മന്ത്രിസ്ഥാനങ്ങൾ സ്വന്തമാക്കി. UDF-ൽ കൂടുതൽ സുതാര്യത വേണമായിരുന്നു എന്നും മാണി സി കാപ്പൻ. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ തോൽപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെ എന്ന് കൊല്ലം DCC. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ച. വോട്ടെടുപ്പിന്റെ തലേന്ന് KN ബാലഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടിക്ക് സാധ്യത. പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് ഐഷ പോറ്റി. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ട സമയമെന്ന് മുൻ മന്ത്രി K രാജൻ. ഏതെങ്കിലും വ്യക്തിയെ അല്ല വിമർശിക്കേണ്ടത്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അന്ത്യം കുറിക്കാൻ ആസൂത്രിതമായ ശ്രമമുണ്ടായി. കേരളത്തിന്റെ മതേതര മുഖം ഇല്ലാതാക്കാൻ ശ്രമം നടന്നുവെന്നും K രാജൻ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. PM ശ്രീയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ നിർദ്ദേശം. റിപ്പോർട്ട് തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. പദ്ധതിയുടെ നിലവിലെ സ്ഥിതിയും കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള പണത്തിന്റെ വിവരങ്ങളും തേടി മന്ത്രി. പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടി മിൽമ. വർധനവ് ജൂൺ 1 പ്രാബല്യത്തിൽ. ഡയറക്ടർ ബോർഡ് തീരുമാനം മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. മോഡലിംഗിന്റെ മറവിലെ മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം സിനിമാ സീരിയൽ താരങ്ങളിലേക്ക്. മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി താരങ്ങൾക്ക് ബന്ധമെന്ന് പോലീസ്. വിദേശത്തുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇന്റർപോളിന്റെ സഹായം തേടും. ദുബായ് മനുഷ്യക്കടത്ത് കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി പ്രതി അലീന. പോലീസിൽ പരാതിപ്പെട്ടതിന് പണി തരുമെന്ന സന്ദേശം. ഭീഷണി സുഹൃത്തായ ഗുണ്ടയുടെ പേര് പറഞ്ഞ് അലീനയുടെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പെരോൾ. കൂട്ടത്തോടെ പുറത്തിറങ്ങിയത് 1-ാം പ്രതി അടക്കം 5 പേർ. 20 ദിവസത്തെ പെരോൾ അനുവദിച്ച് LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുൻപ് പ്രതികളുടെ സാന്നിധ്യം കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ. കൊല്ലം പേരൂർ സഹകരണ ബാങ്ക് ലോക്കറിൽ നിന്ന് 48 പവൻ സ്വർണം കാണാതായെന്ന് പരാതി. ബാങ്കിന് മുന്നിൽ സമരം തുടങ്ങി ഉടമ ധന്യ സുധി. നഷ്ടപ്പെട്ടത് 55 ലക്ഷം രൂപ വില വരുന്ന സ്വർണമെന്ന് ധന്യ. അന്വേഷണം തുടങ്ങിയത് കിളിക്കൊല്ലൂർ പോലീസ്. സർവകലാശാല ചാൻസലറുടെ ഉത്തരവുകളെ ചോദ്യം ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് ഹൈക്കോടതി. ചാൻസലറുകളുടെ ഉത്തരവുകൾ സിൻഡിക്കേറ്റ് നടപ്പാക്കണം. അധികാര ശ്രേണിയുടെ അച്ചടക്കവും പാലിക്കാൻ സിൻഡിക്കേറ്റ് ബാധ്യസ്ഥരെന്നും നിർണായക നിരീക്ഷണം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കാനായി ന്യായവാദങ്ങളുമായി സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ. രാജ്യത്തിന് 7 ലക്ഷം കോടി ലാഭിക്കാമെന്ന് PP ചൗധരി. GDP 1.6% കൂടുമെന്ന് നിരീക്ഷണം. സമിതിയുടെ സംസ്ഥാനതല പര്യടനം തുടരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കം ഒറ്റ തിരഞ്ഞെടുപ്പ് 2029 നടത്താൻ. പശ്ചിമ ബംഗാളിൽ 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് കരസേനാ കേണൽ അറസ്റ്റിൽ. കൊൽക്കത്തയിൽ പിടിയിലായത് കേണൽ ഹിമാൻഷു ബാലിയ. നടപടി സ്വകാര്യ കമ്പനിക്ക് സൈനിക കരാർ ലഭിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ. കമ്പനിക്ക് സൈനിക കരാർ ലഭിച്ചെന്നും കണ്ടെത്തൽ.
നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം. മെലഡി മിഠായി പാക്കറ്റ് സമ്മാനമായി നൽകി മോദി. മെലഡി നൽകിയത് ഇരുവരെയും സമൂഹ മാധ്യമങ്ങളിൽ മെലോഡി എന്ന് വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ. നോർവേ സന്ദർശനത്തിനിടെ നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ച നോർവീജിയൻ മാധ്യമ പ്രവർത്തകയുടെ FB, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തു. മെറ്റ തടഞ്ഞത് മാധ്യമ പ്രവർത്തക ഹെല്ലെ ലാംഗിന്റെ അക്കൗണ്ടുകൾ. ഇങ്ങനെ ഒരു അനുഭവം മുൻപുണ്ടായിട്ടില്ലെന്ന് ഹെല്ലെ. തമിഴ്നാട്ടിൽ മന്ത്രിസഭാ വിപുലീകരണത്തിന് നീക്കം തുടങ്ങി TVK. മന്ത്രിസഭയിൽ ചേരാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ക്ഷണം. അണ്ണാ DMK വിമതർക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന് ഇടതു പാർട്ടികളും VCKയും. ജിം ജിഹാദ് ആരോപിച്ച് 10 ജിം ഉടമകളെ അറസ്റ്റ് ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ്. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി ലൈംഗിക ചൂഷണം നടത്തിയെന്ന് കേസ്. 50ഓളം യുവതികളുടെ പരാതിയിലാണ് അറസ്റ്റെന്ന് UP പോലീസിന്റെ വാദം. രാജ്യത്ത് സമീപ ദിവസങ്ങളിലുണ്ടായ ട്രെയിൻ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ അട്ടിമറി ശ്രമങ്ങളെന്ന് RPF. അസ്വാഭാവികമായി തീപിടുത്തമുണ്ടായത് രാജസ്ഥാൻ, ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. പെട്രോളിൽ മുക്കിയ തുണിയും സ്ഫോടക വസ്തുക്കളും എറിഞ്ഞ് അട്ടിമറി ശ്രമം. സുരക്ഷ ഉറപ്പാക്കാൻ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ. തെലങ്കാനയിൽ മികച്ച വിളവ് കിട്ടിയ കർഷകന്റെ ആഹ്ലാദ പ്രകടനം വൈറൽ. പാടത്ത് തലകുത്തി മറിഞ്ഞ ആഹ്ലാദ പ്രകടനം. പ്രായം മറന്നുള്ള കർഷക നിഷ്കളങ്കതയെന്ന് സോഷ്യൽ മീഡിയ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിൽ സന്ദർശനം. ചൈന റഷ്യ സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വ്യാപാര, നിക്ഷേപ, സഹകരണ മേഖലകളിൽ ഷീ ജിൻപിങ്ങുമായി ചർച്ച. ആഗോളതലത്തിൽ 8000 ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങി മെറ്റ. ജീവനക്കാർക്ക് ഇമെയിൽ സന്ദേശം നൽകി HR വിഭാഗം. പിരിച്ചുവിടൽ നടപടികൾക്ക് തുടക്കം. സിംഗപ്പൂർ ഹബ്ബിൽ നിന്നും നിലവിലുള്ള 6000ഓളം ഒഴിവുകൾ നികത്തേണ്ടതില്ലെന്നും തീരുമാനം. ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ധാരണ. നിർണായക തീരുമാനം. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക സമാധാനവും സാങ്കേതിക സഹകരണവും ഉറപ്പാക്കി രാജ്യങ്ങൾ. മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായി നാളെ ദൃശ്യം 3 റിലീസ് ചെയ്യും. അതിരാവിലെ ഫാൻ ഷോ. ജീത്തു ജോസഫ് കാത്തുവച്ച സസ്പെൻസ് എന്തെന്ന് കാത്ത് പ്രേക്ഷകർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ചാമ്പ്യന്മാർ. ഒരു മത്സരം ബാക്കി നിൽക്കെ കിരീടം ഉറപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി സമനില വഴങ്ങിയതോടെ. ആഴ്സണലിന്റെ കിരീട നേട്ടം 22 വർഷങ്ങൾക്കു ശേഷം. മൈക്കൽ ആർട്ടറ്റയ്ക്ക് കീഴിൽ ആഴ്സണലിന്റെ 2ാം മേജർ കിരീടം. IPL-ൽ കൊൽക്കത്തയ്ക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ മുംബൈക്ക് എതിരെ ജയം അനിവാര്യം. മത്സരം വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിൽ.